സമരം തുടങ്ങിയതിനു ശേഷം നമ്മളുടെ 3 ഡിമാൻഡുകൾ ഉന്നയിച്ചില്ലേ? നമ്മുടെ ഓർഡിനറിയ കുടിശ്ശികയായിട്ടുള്ളത് നമുക്ക് തരാൻ നിർബന്ധിതമായി. ചരിത്രത്തിലൊരിക്കലുമില്ലാത്തവണ്ണം കഴിഞ്ഞ 17 വർഷമായി 5-6 മാസം കൂടുമ്പോൾ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന കുടിശ്ശിക വേതനം 2 ദിവസം കൊണ്ട് 3 മാസത്തേന് കിട്ടി. കള്ളക്കണക്കാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ട് 13,200, ഇന്നിപ്പോ നിയമസഭയ്ക്കകത്ത് 14,000 ഉണ്ട്. ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോ അത് 20,000 രൂപയാവുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മാസവും നമുക്കറിയാം നമ്മളുടെ ഫണ്ടടിക്കേണ്ട EC-MAN പോർട്ടൽ അത് ഓപ്പൺ ആകുന്നത് എന്തൊക്കെയാണ്. പക്ഷേ ചരിത്രത്തിലാദ്യമായി ഈ മാസം 1-ാം തീയതി അത് ഓപ്പൺ ആയിരിക്കുന്നു. 7,000 രൂപ ഓണറേറിയം എപ്പോഴായത് ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 8 വർഷം കൊണ്ട് ഇവിടെ 7,000 രൂപ തരുന്നുണ്ടെന്ന്. 7,000 രൂപ തന്നു തുടങ്ങിയിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. അങ്ങനെ ആ 7,000 രൂപയ്ക്ക് ഉപാധികൾ വെച്ചുകൊണ്ട് CIP ആവശ്യപ്പെട്ട ഉപാധി വെച്ചുകൊണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരുന്ന ആ ഉപാധികളെ നമ്മൾ ചവറ്റിയിട്ടേർന്നിരിക്കുന്നു. അങ്ങനെ വലിയ കുപ്പിയെന്ന് ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തോൽക്കുകയില്ല. കേരളത്തിലെ സ്ത്രീകൾ പുതിയൊരു ചരിത്രം ഇവിടെ കുറിച്ചു കഴിഞ്ഞു. ഇനി ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഈ വിജയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശക്തി, സൈന്യശക്തി നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മളെ തടുക്കാനാവില്ല. കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രം കേരളത്തിലെ ആശാവർക്കർമാർ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നോട്ടില്ല, പിന്നോട്ടില്ല, ഓരോരുത്തരെ മുന്നോട്ട്, ഒറ്റക്കെട്ടായി മുന്നോട്ട്, നമ്മളെ മുന്നോട്ട്, മുന്നോട്ടങ്ങനെ മുന്നോട്ട്, മുന്നോട്ടങ്ങനെ മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്, നമ്മുടെ സമരം സിന്ദാബാദ്. 21 പകലും നമ്മളെ വെയിലത്തും മഞ്ഞത്തും ഇന്നലെ നമ്മളെ പാഴത്തിരുത്തി. നമ്മളെ തളർന്നോ? മാധ്യമങ്ങൾ രാവിലെ വന്നു. എത്ര പേരുണ്ടെന്ന് നോക്കാൻ. ആ പെരുമഴ താരങ്ങൾ വരുന്നു. ആശമാർ പറയുന്നു വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ തിരിക്കാൻ പറ്റുന്നില്ല, ചാനലിൽ നോക്കി തിരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ വരികയാണ്. പാതിരാത്രി വരെ വന്നിട്ട് ഇന്നലെ വന്നിരിക്കുന്നു മറുപടി പറയാൻ. അതുകൊണ്ട് ഭരണാധികാരികളെ നിങ്ങൾ നോക്കുക, സ്ത്രീകൾ ഒരു ലക്ഷ്യം മുൻനിർത്തി ഇറങ്ങിയാൽ അത് നേടിക്കൊണ്ടേ പോകും. സ്ത്രീകൾ നേടിക്കൊണ്ടേ പോകുള്ളൂ. പക്ഷേ 22 ദിവസമായി കുട്ടികളുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഭർത്താക്കന്മാർ പറഞ്ഞു നീ പോയി വിജയിച്ചിട്ട് വരൂ. അമ്മമാർ പറയുന്നു മക്കൾ പറയുന്നു അമ്മ പോയിട്ട് വരൂ, ഞങ്ങൾ പഠിച്ചുകൊള്ളാം. ഇതാണ് കേരളം. അങ്ങനെ കേരളത്തിന്റെ വീരാംഗനമാരായിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ. പിള്ളേരെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമസഭാ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനമായിരിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ 22 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി വരുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമസഭാ മാർച്ച് നടത്തിയിരിക്കുന്നത്. വളരെ വർദ്ധിപ്പിക്കുക, അതിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി നൽകുക. ഒരു ദിവസം 232 രൂപയ്ക്കാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മിനിമം 700 രൂപയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ 10 വർഷം മുമ്പ്, അവിടെ 4 വർഷം മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ വെച്ചതാണ് അധികാരത്തിൽ വന്നാൽ 700 രൂപ നൽകുന്നത്. ഞങ്ങൾ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചിരണം. അതുപോലെ തിരിച്ചുവിടുന്ന ആളുകൾക്ക്, വിരമിക്കുന്ന ആളുകൾക്ക് പെൻഷനും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കണം. ഈ 2 ഡിമാൻഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ അതുകൊണ്ട് അവർ
ചെയ്യണം അടിയന്തരം. നമ്മൾ ഈ 22ാമത്തെ ദിവസം ഒരു വെയിലത്തും അതിശക്തമായ മഴയത്തും ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അതിജീവന സമരമാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ. 22 ദിവസമായിട്ട് പോലും ഞങ്ങളുടെ അവകാശങ്ങളൊന്ന് കേൾക്കാനോ ഞങ്ങളെ ഒന്ന് ഒരു 5 മിനിറ്റ് വന്ന് സംസാരിച്ച ഞങ്ങളുടെ വിഷയങ്ങൾ അവർക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുപോലും ചെയ്യാതെ അവരൊരു മക്കളുടെ മുഷ്ടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. ഈ സ്ത്രീകളുടെ അടുത്ത് എന്തിനാണ് മുഷ്ടി കാണിക്കുന്നത്? അത് അവർ ചെയ്യാത്തത് അവരുടെ നിലനിൽക്കും അല്ലെങ്കിൽ അവർക്ക് വിട്ടുകിടക്കാൻ വയ്യ. ഒരു വാശിയാണ്, ഒരു ഈഗോയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതും വരെ ഞങ്ങൾ ഏതറ്റം വരെ പോകും. കാരണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ, ഞങ്ങളുടെ അവകാശം നേടിയെടുത്തേ പറ്റൂ. ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തിയാലും 26,000 പുറത്ത് വരുന്ന ആശമാര് ഇതൊന്നും കണ്ടു. ഞങ്ങൾ പറഞ്ഞില്ലേ, തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ, വെയിലത്ത് വാടത്തില്ല. അത് പറയുന്നതല്ല, അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് 17 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചെടുത്തതും ഞങ്ങൾ ക്ഷമിച്ചതും ഒക്കെ ഞങ്ങൾക്കുണ്ടായ ഒരു കരുത്താണ്. ഒരു സ്ത്രീ എന്ന രീതിയിലല്ല ഞങ്ങൾ നിൽക്കുന്നത്, ഒരാശ എന്ന രീതിയിലാണ്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടുവരുന്ന ഞങ്ങളുടെ ശക്തിയും മനക്കരുത്തും തകർക്കാൻ ആർക്കും പറ്റില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തിന് ആശമാരോട് കണ്ണടയ്ക്കുന്നു? അവർ സ്ത്രീകളായതുകൊണ്ടോ? പ്രതീക്ഷകളോടെ ആയിരക്കണക്കിന് ആശമാർ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരും. നല്ലൊരു നാളേക്കായി.